വാർഡ് വിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും റദ്ദാക്കി. കൊടുവള്ളി, ഫെറൂഖ്, മുക്കം, പാനൂർ, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമെന്നുകൂടി കോടതി പറഞ്ഞു. 2015 വാർഡ് വിഭജനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുനർവിഭജനത്തിന് കൂടി കോടതി വിലക്കേർപ്പെടുത്തി. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം. വാർഡ് വിഭജനത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയ ഉത്തരവും അതോടൊപ്പം തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവുമാണ് റദ്ദാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 8 നഗരസഭകളിലെയും അതോടൊപ്പം തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജനം ഹൈക്കോടതി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയിട്ടുണ്ട്. മട്ടന്നൂർ, കൊടുവള്ളി, ഫറൂഖ്, മുക്കം ഉൾപ്പെടെയുള്ള 8 നഗരസഭകളുടെ വാർഡ് വിഭജനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പടന്ന ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനവും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് വാർഡ് വിഭജനം നടത്തിയത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൗൺസിലർമാരാണ്, 7ഓളം കൗൺസിലർമാരാണ് നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല ഉത്തരവ് നേടിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഉള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നത് 2011 സെൻസസ് പ്രകാരമാണ് വാർഡ് വിഭജനം 2015 നടത്തിയത്. വീണ്ടും സെൻസസ് നടത്താതെ ഒരു പുനർവിഭജനം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഈ വാദം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2015 വാർഡ് വിഭജനം നടത്തിയ വാർഡുകളിൽ വീണ്ടും പുനർവിഭജനം നടത്തുന്നതിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 8 നഗരസഭകൾക്കും ഒരു പഞ്ചായത്തിനുമാണ് നിലവിൽ ഈ ഒരു വിലക്ക് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെങ്കിലും പൊതുവായിട്ടുള്ള രീതിയിൽ അത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ബാധിച്ചേക്കും. എന്തായാലും സർക്കാരിന്റെ ഉത്തരവ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവുമാണ് റദ്ദാക്കിയത്. ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് 5 അംഗ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. അതായത് വാർഡ് പുനർവിഭജിക്കുക, അതോടൊപ്പം തന്നെ അതിർത്തി പുനർനിർണയിക്കുക, ഈ ചുമതലകളും അതോടൊപ്പം ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾ, പരാതികൾ ഇതൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയോഗിച്ചത്. ആ വിജ്ഞാപനം കൂടി ഹൈക്കോടതി നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് രാജ് ആക്ടും മുനിസിപ്പാലിറ്റി നിയമവും ഭേദഗതി ചെയ്തുകൊണ്ടായിരുന്നു ഈ വാർഡ് വിഭജനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത്. സംസ്ഥാന സർക്കാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് തങ്ങൾക്ക് വാർഡ് വിഭജനം നടത്താനായിട്ടുള്ള അധികാരം ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ അശാസ്ത്രീയത എന്ന് പറയുന്നത് കേവലം വാദമാണ് എന്നുള്ള ഒരു മറുപടിയായിരുന്നു ഹൈക്കോടതി മുൻപാകെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഹർജിക്കാർ ഹൈക്കോടതി അറിയിച്ചത് 2011 സെൻസസ് പ്രകാരമാണ് വാർഡ് വിഭജനം 2015 നടത്തിയിട്ടുള്ളത്. പക്ഷേ വീണ്ടും സെൻസസ് നടത്താതെ അശാസ്ത്രീയമായിട്ട് വാർഡ് വിഭജനം നടത്തുന്നത് അത് നിയമവിരുദ്ധമാണ്. മാത്രവുമല്ല മുനിസിപ്പാലിറ്റി ആക്ടും പഞ്ചായത്ത് രാജ് ആക്ടും ഭേദഗതി ചെയ്യുന്നതും നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു വാദഗതി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും 8 നഗരസഭകളുടെ ഫറൂഖ്, മുക്കം ഉൾപ്പെടെയുള്ള മട്ടന്നൂർ ഉൾപ്പെടെയുള്ള 8 നഗരസഭകളുടെ വാർഡ് വിഭജനം ഹൈക്കോടതി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റദ്ദാക്കിയത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജനം റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും 2011 സെൻസസ് നടത്തിയതിനു ശേഷം 2015 വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും സെൻസസ് നടത്താതെ അശാസ്ത്രീയമായിട്ട് വാർഡ് വിഭജനം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് സർക്കാർ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും നേരത്തെ സമാനമായിട്ടുള്ള ആക്ഷേപങ്ങൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ സമയത്ത് സർക്കാർ പറഞ്ഞത് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആ പരാതികളും ആക്ഷേപങ്ങളും സ്വീകരിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ട് നടപടി സ്വീകരിക്കുമെന്നായിരുന്നു. എന്തായാലും നിലവിൽ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപനം അടക്കം അപ്പാടെ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അനു.